Hello students, welcome all. Today we will start with current electricity. Current electricity. After completing the first two chapters of your plus 2 topic, plus 2 course, that is the unit electrostatics. Now we are about to start current electricity. കറണ്ട് ഇലക്ട്രിസിറ്റി നിങ്ങൾക്കറിയാവുന്ന പോലെ നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന പേരിൽ ഈ ചാപ്റ്റർ 10th പഠിച്ചിട്ടുള്ളതാണ്. ഇലക്ട്രിസിറ്റി നിങ്ങളവിടെ ഓംസിലോ പഠിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. റെസിസ്റ്റേഴ്സ് അല്ലേ, റെസിസ്റ്റേഴ്സിൻ്റെ സീരീസ് കോമ്പിനേഷൻ, പാരലൽ കോമ്പിനേഷൻ, ജൂൾസ് ലോ, ഇലക്ട്രിക് പവർ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അതൊക്കെ നമ്മൾ വീണ്ടും ഇവിടെ റിവൈസ് ചെയ്യും. അതോടൊപ്പം തന്നെ അതിലും കുറച്ചും കൂടെ നമ്മൾ മുന്നോട്ട് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് തുടങ്ങാം. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ടൈറ്റിൽ ശരിക്കും കറണ്ട് ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിക് കറണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്താണെന്നുള്ളത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചായിരുന്നു അല്ലേ. സ്റ്റഡി ഓഫ്, കാരണം ചാർജസിനെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ എന്താ പറയുക, സ്റ്റഡി ഓഫ് ഇലക്ട്രിക് ചാർജസിനെ നമ്മൾ എന്താ സംസാരിക്കൽ, ഇലക്ട്രിക് ചാർജിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത്, ഇലക്ട്രിസിറ്റി. ആ ഇലക്ട്രിസിറ്റിക്ക് രണ്ട് ബ്രാഞ്ച് ഉണ്ടായിരുന്നു. ഒന്ന് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, രണ്ട് കറണ്ട് ഇലക്ട്രിസിറ്റി. ആ കറണ്ട് ഇലക്ട്രിസിറ്റിയാണത്. കഴിഞ്ഞ രണ്ട് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ഫോർ ദ ഡിസ്കഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ് അറ്റ് റെസ്റ്റ്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റിയാണ്. ദാറ്റ് മീൻസ് സ്റ്റഡി ഓഫ് ഇലക്ട്രിക് ചാർജസ് ഇൻ മോഷൻ, മൂവിങ് ചാർജസിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? നോക്കൂ, എന്താണ് ഇലക്ട്രിക് കറണ്ട്? ക്യാപിറ്റൽ I എന്ന സിമ്പിളാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ടിന് കൊടുക്കുക. ഇലക്ട്രിക് കറണ്ട് എന്താണെന്നാണ് നമുക്ക് ആദ്യം ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഇലക്ട്രിക് കറണ്ടിൻ്റെ ഇക്വേഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. I=Q/T എന്നുള്ള ഇക്വേഷനൊക്കെ നിങ്ങൾക്കറിയാം. നോക്കൂ, ഇലക്ട്രിക് കറണ്ട് ഇവിടെ ഡിഫൈൻ ചെയ്തത്, ഇലക്ട്രിക് കറണ്ട് ഇൻ എ കണ്ടക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് ത്രൂ എ ക്രോസ് സെക്ഷൻ പെർ യൂണിറ്റ് ടൈം എന്നാണ്. ഇത് യഥാർത്ഥത്തിൽ ഇലക്ട്രിക് ചാർജിൻ്റെ, ഇപ്പോൾ ഈ തന്നിരിക്കുന്നത് ഇലക്ട്രിക് ചാർജിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ഡെഫിനിഷനാണ്. ക്വാണ്ടിറ്റേറ്റീവ് ഡെഫിനിഷനാണ് ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത്. ശരിക്ക് ചാർജ് മൂവ് ചെയ്താൽ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുമോ? ഇല്ല. ഏത് കണ്ടക്ടറിൽ, ഇപ്പോൾ നോക്കൂ, എൻ്റെ കയ്യിൽ നോക്കൂ, ഇപ്പോൾ ഈ ഒരു പേന, ഇതൊരു കോപ്പർ റോഡാണെന്ന് കരുതിക്കോളൂ. സപ്പോസ് ഇതൊരു കോപ്പർ റോഡാണ്. ഇങ്ങനെ ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ടത് ഇതിലിപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവും, ഇതിൽ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവും. അപ്പം ഞാൻ അങ്ങനെ ഇലക്ട്രിക് കറണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ പിടിച്ചേക്കാൻ കഴിയുമോ? അത് ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ ഇതിലെന്തില്ല, ഇലക്ട്രിക് കറണ്ട് ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൽ പിന്നെ ചാർജ് മൂവ് ചെയ്യണില്ല എന്നാണോ? അല്ല. ഇതിൽ കോടാനുകോടി ചാർജസ് ഉണ്ട്, ഇലക്ട്രോൺസ് അവൈലബിൾ ആണ്, ഫ്രീ ഇലക്ട്രോൺസ് അവൈലബിൾ ആണ്. ദോസ് ഫ്രീ ഇലക്ട്രോൺസ് ആർ ഇൻ റാപ്പിഡ് റാൻഡം സിഗ്സാഗ് മോഷൻ. അവരൊക്കെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നിട്ടും അവരും, അപ്പോൾ ചാർജ് ഇതിൽ മൂവ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും ഇതിൽ എന്തില്ല, കറണ്ട് ഇല്ല. അതെന്താ കറണ്ട് ഇല്ലാത്തത്? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നോക്കൂ, ഇപ്പോൾ ഇത് ഞാൻ ഇവിടെ താഴെ വരച്ച ഡയഗ്രം നോക്കൂ, ഇതൊരു കണ്ടക്ടറാണ്, ഒരു കണ്ടക്ടർ. അപ്പോൾ ഈ കണ്ടക്ടറിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലത്തെ ഒരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഫ്രീ ഇലക്ട്രോൺസ് ഒക്കെ ഇങ്ങനെ റാപ്പിഡ് റാൻഡം സിഗ്സാഗ് മോഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ രൂപത്തിലാണ് അവർ മൂവ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അപ്പോൾ എന്താ പ്രശ്നം ഇവിടെ കിടക്കുന്നത് വെച്ചാൽ, നോക്കൂ, ഇവിടെ നിങ്ങളൊരു പ്രത്യേക ഒരു ക്രോസ് സെക്ഷൻ എടുത്തിട്ട് അങ്ങനെ ഒരു ക്രോസ് സെക്ഷൻ ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്തു, A എന്നുള്ള പോയിന്റിൽ ഇവിടെ. എന്നിട്ട് എത്ര ഇലക്ട്രോൺസ് ആണ് ഇവിടുന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് നോക്കി, അതുപോലെ ഇങ്ങോട്ട് ഇലക്ട്രോൺസ് ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെൽ ഓഫ് ടൈം നിങ്ങൾ എടുത്താൽ അതിൽ നെറ്റ് ക്രോസിങ് 0 ആയിരിക്കും. അതുകൊണ്ട് ഇലക്ട്രോൺസ് അല്ലെ ചാർജ് മൂവ് ചെയ്തു എന്നതുകൊണ്ട് എന്തുണ്ടാവണമെന്നില്ല, ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവണമെന്നില്ല. ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവണമെങ്കിൽ ചാർജസ് എങ്ങനെ മൂവ് ചെയ്യണം? ചാർജ് മൂവ് ചെയ്യേണ്ടത്, ഇലക്ട്രിക് ചാർജ് ഉണ്ടാവണമെങ്കിൽ ചാർജ് മൂവ് ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും മൂവ് ചെയ്തിട്ട് കാര്യമില്ല. ചാർജ് ഒരു ഡെഫിനിറ്റ് ഡിറക്ഷനിൽ മൂവ് ചെയ്യണം. ഒരു പർട്ടിക്കുലർ ഡിറക്ഷനിൽ ഇലക്ട്രിക് ചാർജസ് മൂവ് ചെയ്യുമ്പോഴാണ് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുക. അതാണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ ക്വാളിറ്റേറ്റീവ് ഡെഫിനിഷൻ. ക്വാളിറ്റേറ്റീവ്, ഇപ്പം ഞാൻ സംസാരിച്ചത് ക്വാളിറ്റേറ്റീവ് ഡെഫിനിഷൻ. അപ്പോൾ എന്താ ഇലക്ട്രിക് ചാർജിൻ്റെ ഇലക്ട്രിക് കറണ്ടിൻ്റെ ക്വാളിറ്റേറ്റീവ് ഡെഫിനിഷൻ? The flow of electric charges in a definite direction constitute electric current. Flow of electric charges constitute electric current എന്നല്ല, flow of electric charges in a definite direction constitute electric current. ഇനി ആ കറണ്ട് എത്രയാണ് ഉണ്ടാവുക? അതാണ് ഇവിടെ തന്ന ഈ ഡെഫിനിഷൻ. ഇലക്ട്രിക് കറണ്ടിനെ കണ്ടക്ടർ ഇസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജ് ഫ്ലോയിങ് ത്രൂ എ ക്രോസ് സെക്ഷൻ പെർ യൂണിറ്റ് ടൈം. സപ്പോസ് ഇത് നോക്കൂ, ഞാൻ നേരത്തെ കൊണ്ടും ഇതൊരു കണ്ടക്ടർ ആണെന്ന് കരുതുക. നോക്കൂ, ഇതിൽ നോക്കൂ, ഇവിടെ നോക്കൂ, ഇവിടെ നമ്മളൊരു ക്രോസ് സെക്ഷൻ തൽക്കാലം കൺസിഡർ ചെയ്തു. ഓക്കെ,
ഇവിടെ എ എന്നുള്ള സ്ഥലത്ത് ഇവിടെ ക്രോസ് സെക്ഷൻ. എന്നിട്ട് യൂണിറ്റ് ടൈമിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡെൽറ്റ ടി ടൈം എടുത്തു. ആ ഡെൽറ്റ ടി ടൈമിൽ എത്ര ഇലക്ട്രോൺസ് ആണോ നെറ്റ് ഇഫക്റ്റിൽ നെറ്റ് ചാർജ് എത്രയാണോ ഇവിടുന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്തിട്ടുള്ളത്, അതായത് ഈ ക്രോസ് സെക്ഷനെ ക്രോസ് ചെയ്ത് നെറ്റ് ക്രോസിംഗ് ആണ് കേട്ടോ. നെറ്റ് ക്രോസിംഗ് എത്രയാണോ നോക്കുക, അത് ആ ചാർജ് ഡെൽറ്റ ക്യൂ ആണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? I is equal to ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആയിരിക്കും. I is equal to ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. Once again, electric current in a conductor is defined as the amount of charge flowing through a cross section per unit time. അപ്പോൾ ഡെൽറ്റ ടി സമയത്ത് ക്രോസ് ചെയ്തത് ഡെൽറ്റ ക്യൂ ആണെങ്കിൽ ഈ യൂണിറ്റ് ടൈമിൽ ക്രോസ് ചെയ്ത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഡെൽറ്റ ടി ടൈമിൽ ക്രോസ് ചെയ്ത് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി കൊടുത്താൽ നിങ്ങൾക്കത് കിട്ടി. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ ക്വാളിറ്റേറ്റീവ് ഡെഫിനിഷൻ എന്താ? The flow of electric charges in a definite direction constitute electric current. How much it is? It is equal to the amount of electric charge flowing through a cross section per unit time. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഇക്വേഷനിലേക്ക് ഒന്ന് കിടക്കാം. നോക്കൂ, I is equal to നമ്മൾ ഇത് ഇപ്പം ഞാൻ പറഞ്ഞു ഡെൽറ്റ ടി സമയം കൊണ്ട് ക്രോസ് ചെയ്തിട്ടുള്ള ചാർജ് ഡെൽറ്റ ക്യൂ ആണെങ്കിൽ I is equal നമുക്ക് എന്ത് എഴുതാം? ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കൂ ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്നെടുക്കാം. കറണ്ടിൻ്റെ യൂണിറ്റ് നമുക്ക് ഇതിൽ നിന്നുണ്ടാക്കാം. നോക്കൂ എന്താ ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളോംബ് ഡിവൈഡഡ് ബൈ സെക്കൻഡ്. ഈ കൂളോംബ് പെർ സെക്കൻഡിനെ വിളിക്കുന്ന, കാരണം ഓരോ സമയത്തും കൂളോംബ് പെർ സെക്കൻഡ് എന്ന് വിളിക്കൽ പ്രയാസമല്ലേ? അപ്പോൾ നമ്മൾ ഇതിനൊരു ഓമിനെ പേരിട്ടതാണ് എന്ത്? ആംപിയർ. ഇറ്റ് ഈസ് ആംപിയർ ക്യാപിറ്റൽ. 1 ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആംപിയർ ഈസ് 1 കൂളോംബ് ഡിവൈഡഡ് ബൈ 1 സെക്കൻഡിനെയാണ് നമ്മൾ 1 ആംപിയർ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇനി യഥാർത്ഥത്തിൽ ഈ കറണ്ട് എന്ന് പറഞ്ഞത് ആവറേജ് കറണ്ടാണ്. ഇത് ശരിക്കും എന്തല്ല ആക്ച്വൽ കറണ്ട് അല്ല, ഇത് ആവറേജ് കറണ്ടാണ്. അപ്പം നമ്മൾ കറണ്ടിൻ്റെ ഇക്വേഷനാണ് എഴുതി. അതായത് ഡെൽറ്റ ടി ഇൻ്റർവെല്ലിൽ അവിടെ ഉണ്ടായിരുന്ന ആവറേജ് കറണ്ടിൻ്റെ ഇക്വേഷനാണ് ഇപ്പോൾ നമ്മൾ എഴുതി. I is equal to ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. അല്ലെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്ക് ഇതിന് എന്ത് എഴുതാം? ഇത് തന്നെയാണ് I is equal to ക്യൂ ബൈ ടി നമ്മൾ സിമ്പിളായിട്ട് എഴുതുന്നത്. I is equal to ക്യൂ ബൈ ടി. അപ്പോൾ ഈ ഡെൽറ്റ ടി എന്നുള്ള ഇൻ്റർവെല്ലിനെയാണ് നമ്മൾ ടി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്ത്. അപ്പോൾ ടി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം അല്ല, മറിച്ച് ഒരു ഇൻ്റർവെല്ലാണ്. അപ്പോൾ 5 സെക്കൻഡ്സ്, 5th സെക്കൻഡ് അല്ല, 6th സെക്കൻഡ് അല്ല, മറിച്ച് 6 സെക്കൻഡ്സ്. അതൊരു ഇൻ്റർവെല്ലാണ്. ആ ഇൻ്റർവെല്ലിൽ അവിടെ പാസ് ചെയ്തിട്ടുള്ള ചാർജാണ് ക്യൂ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തത്. എന്നാൽ അപ്പോൾ 5 സെക്കൻഡിലാണ് ഉള്ള കറണ്ട്, പിന്നെ ആവറേജ് കറണ്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 5 സെക്കൻഡിൽ എത്ര ചാർജാണോ അവിടെ പാസ് ചെയ്തിട്ടുള്ളത് ഡിവൈഡഡ് ബൈ 5 സെക്കൻഡ് കൊടുത്താൽ എനിക്ക് അവിടുത്തെ ആവറേജ് കറണ്ട് കിട്ടി. മനസ്സിലായല്ലോ? ഓക്കെ. എന്നാൽ എനിക്ക് 5th സെക്കൻഡിലെ കറണ്ടാണ് കാണേണ്ടത് ആയിരിക്കാം, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ കറണ്ട്. അതിനാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിക്ക് നമ്മൾ പഠിച്ചില്ലേ? അതുപോലെ ഇൻസ്റ്റൻറ്റേനിയസ് current, that is current at a particular instant. I is equal to നമ്മൾ അന്ന് ചെയ്ത അതേപോലെ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് ഡി ക്യൂ ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് നമുക്കതിന് എഴുതാം. ദിസ് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് എന്ന് വെച്ചാൽ ഇതാരാ? ആവറേജ് കറണ്ട്. അപ്പോൾ ആവറേജ് കറണ്ട് തന്നെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്. എപ്പോൾ? കണ്ടീഷൻ ടൈം ഇൻ്റർവെൽ ഇൻഫിനിറ്റ്സ്മലി സ്മോൾ ആവുക. ശരിക്കും നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിക്കുള്ള ഡെഫിനിഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഈസ് ദ ആവറേജ് വെലോസിറ്റി ഡ്യൂറിങ് ഇൻഫിനിറ്റ്സ്മലി സ്മോൾ ഇൻ്റർവെൽ ഓഫ് ടൈം. In an exactly similar fashion, you can also define here instantaneous current as it is the average current during infinitesimally small interval of time. And once you write in this form, then it is I is equal to dq by dt, which is the rate of change of electric charge. Rate of change of flow of electric charge constitute electric current. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് നമുക്ക് അങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ത്രൂ എനി ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ എന്നൊക്കെ ഇനി നമുക്ക് അതിനെ പറയാം. I is equal to dq by dt, ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്. അപ്പോൾ ഇത് ആവറേജ് കറണ്ട് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ ആവറേജ് കറണ്ട്. അതുപോലെ ഇതിനെ നമുക്ക് ആവറേജ് കറണ്ട് പറയാം. അതുപോലെ ഇതിന് വേറെ ഒന്നുണ്ട്, ഇത് ആവറേജ് മാത്രമല്ല, ഇത് സ്റ്റഡി കറണ്ട് ആണെങ്കിലും ഈ ഇക്വേഷൻ കൊടുക്കുക. സ്റ്റഡി കറണ്ട് പറയാം, സ്റ്റഡി കറണ്ട്. സ്റ്റഡിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം കേട്ടോ. STUDY അല്ല, സ്റ്റഡി. അതായത് കോൺസ്റ്റന്റ് കറണ്ടാണ് ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ നോക്കൂ, നമ്മുടെ കയ്യിൽ ഒരു കണ്ടക്ടർ ഉണ്ട്. ആ കണ്ടക്ടറിൽ
ഒരു 20 സെക്കൻഡ് സമയത്തേക്ക് ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, കറണ്ട് ഐ ഫ്ലോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരേ റേറ്റിലാണ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ സെക്കൻഡിലെ കറണ്ട് തന്നെയാണ് രണ്ടാമത്തേലും, അതന്നെയാണ് മൂന്നാമത്തേലും, അതന്നെയാണ് നാലാമത്തേലും. നമ്മൾ പറഞ്ഞില്ലേ, യൂണിഫോം വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബോഡിയുടെ ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ഒക്കെ അതന്നെയല്ലേ. അതേ കേസ് ഇവിടെ സ്റ്റഡി കറണ്ട് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം. എന്ന് വെച്ചാൽ എല്ലാ സെക്കൻഡിലും തുല്യ അളവിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് കറണ്ടും ആവറേജ് കറണ്ടും ഒക്കെ എന്താണ്, ആ സ്റ്റഡി കറണ്ട് തന്നെയാണ്. I=Q/T എന്നുള്ള ഇക്വേഷൻ ഈസ് ഇനഫ്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻസിനെ കുറിച്ച് ബേസിക് ഇക്വേഷനാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ച്. ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു ΔT സമയത്തേക്ക് ഒരു കണ്ടക്ടറിൻ്റെ ഒരു ക്രോസ് സെക്ഷനെ പാസ് ചെയ്ത ചാർജ് ΔQ ആണെങ്കിൽ ആ ΔT സമയത്തെ ആവറേജ് കറണ്ടിനാണ് I=ΔQ/ΔT എന്ന് വിളിക്കുന്നത്. ക്ലിയർ? അതിനെ സിംപ്ലി I=Q/T എന്ന രൂപത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. അവിടെ T എന്നുള്ള ഉദ്ദേശിച്ച് ടൈം ഇൻ്റർവെല്ലിനാണ്. ΔQവിനെ ആ ഒരു സെർട്ടൺ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജിനെ നമ്മൾ Q വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് മാത്രം. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി സ്റ്റഡി കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിലും ഈ ഇക്വേഷൻ എഴുതിയാൽ മതി. അപ്പോൾ അതിൽ മാറ്റില്ല, കാരണം ഒരേ കറണ്ടാണ് പോകുന്നത്. ഇൻസ്റ്റന്റേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നിമിഷത്തിലും കറണ്ട് വാരി ചെയ്യും. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ കറണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നിടത്തൊന്നും കറണ്ട് നമുക്കൊരു സ്റ്റഡി കറണ്ട് ഒന്നല്ല, ചെറിയ വേരിയേഷനൊക്കെ അവിടെ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, മൈനർ വേരിയേഷൻ. അങ്ങനെ വേരിയേഷൻ വരുന്ന സമയത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലിമിറ്റ് ΔT → 0 ΔQ/ΔT dQ/dt എന്നുള്ള ഇക്വേഷൻ കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇത് വെച്ചിട്ട് നമുക്ക് പലതും ചെയ്യാൻ പറ്റും. നമുക്ക് അതിലേക്കൊക്കെ പോവാം. അതുപോലെ നമുക്ക് ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് ക്ലിയർ അല്ലേ? ആംപിയർ ഈസ് ദ യൂണിറ്റ്, 1 കൂളോം/സെക്കൻഡിനെയാണ് വിളിക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ രണ്ട് ഡിഫറൻറ്റ് എവിടുന്ന് എവിടേക്കാ ശരിക്കും കറണ്ട് പോവുക. അതായത് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് രണ്ട് ചാർജ്ഡ് ബോഡീസിനെ, 2 ചാർജ്ഡ് ബോഡീസ്, Q1 Q2 ചാർജസ് ഉള്ള രണ്ട് ചാർജ്ഡ് ബോഡീസ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഹയർ പൊട്ടൻഷ്യലുള്ളവർക്ക് ലോവർ പൊട്ടൻഷ്യലിലേക്ക് ഇലക്ട്രിക് ചാർജ് ഫ്ലോ ചെയ്യും. ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് ചാർജ് ഫ്ലോ ചെയ്യും. ഏതുവരെ? രണ്ടും ഒരേ പൊട്ടൻഷ്യൽ ആകുന്നത് വരെ. ആ ബോധ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, അത് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. നോക്കൂ, ഈ കറണ്ട് കാരിയർ എന്ന് വിളിക്കുന്നത് ആരുടെ ഫ്ലോ കൊണ്ടാണോ ഒരു കണ്ടക്ടറിൽ അല്ലെങ്കിൽ പിന്നെ ഒരു സൊല്യൂഷനിൽ അല്ലെങ്കിൽ ഒരു മീഡിയത്തിൽ ഇലക്ട്രിക് കറണ്ട് യാഥാർത്ഥ്യമാകുന്നത് അവരാണ് നമ്മൾ കറണ്ട് കാരിയേഴ്സിൽ ചാർജ് കാരിയേഴ്സ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ നോക്കി, ഇവിടെ നമുക്കറിയാം ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഹൂസ് ഫ്ലോ ഇൻ എ ഡെഫിനിറ്റ് ഡിറക്ഷൻ കൺസ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രിക് കറണ്ട് ആർ കോൾഡ് കറണ്ട് കാരിയേഴ്സ്. ആരുടെ ഫ്ലോ ആണോ ഡെഫിനിറ്റ് ഡിറക്ഷനിൽ ആരുടെ ഫ്ലോ ആണോ നമുക്ക് കറണ്ട് ഉണ്ടാക്കി തരുന്നത്, അവരുടെ ഏത് ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ ഫ്ലോ ആണോ ഉണ്ടാക്കി തരുന്നത് അവരാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കറണ്ട് കാരിയേഴ്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. നമുക്ക് സോളിഡ് കണ്ടക്ടേഴ്സിൽ, സോളിഡ് കണ്ടക്ടർ എന്ന് വെച്ചാൽ നമ്മൾ കോപ്പർ റോഡ്, അയൺ റോഡ്, ഇതൊക്കെ സോളിഡ് കണ്ടക്ടേഴ്സിൽ ചാർജ് കാരിയേഴ്സ് ആരാണ്? ഫ്രീ ഇലക്ട്രോൺസ് ആണ്, ഫ്രീ ഇലക്ട്രോൺസ്. എന്നാൽ ലിക്വിഡ്സിൽ, ലിക്വിഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതിലാണെന്ന് സംശയിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് എക്സാമ്പിൾ ഇത്. ഇലക്ട്രോലൈറ്റ് ഒരു എക്സാമ്പിളാണ്. ഇലക്ട്രോലൈറ്റ് മാത്രം എന്നുള്ള എല്ലാ ഉദ്ദേശം. അപ്പോൾ ലിക്വിഡ്സിൽ കറണ്ട് കാരിയേഴ്സ് ആരാ? പോസിറ്റീവ്ലി ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്. ക്ലിയർ അല്ലേ? ഇനി ഗ്യാസസിലും അത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്ഡ് അയോൺസ് ആണ്. സെമി കണ്ടക്ടറിൽ അത് ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ സംസാരിക്കണില്ല, അപ്പോൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുള്ളൂ. കാരണം സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു യൂണിറ്റ് മൊത്തം പഠിക്കാനുണ്ട്. നമ്മൾ 14th ചാപ്റ്റർ അതാണ്, സെമി കണ്ടക്ടറാണ്. ഫുള്ള് ഒരു ചാപ്റ്റർ ഒന്നായിട്ട് നമ്മൾ സെമി കണ്ടക്ടറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ ആരാണ് ഹോൾ എന്താണുള്ളതിൻ്റെ ഡീറ്റെയിലൊക്കെ നമ്മൾ അവിടെ സംസാരിക്കും. ഹോൾസ്. അപ്പോൾ സോളിഡ്സിൽ ആരാണ്? ഫ്രീ ഇലക്ട്രോൺസ്. ലിക്വിഡ്സിലും ഗ്യാസസിലും ആരാണ്? പോസിറ്റീവ്ലി ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണ്. സെമി കണ്ടക്ടേഴ്സിൽ ആരാണ്? അത് ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലിയർ അല്ലേ? ചാർജ് കറണ്ട് കാരിയേഴ്സ് ആരാന്നുള്ളത് മനസ്സിലായില്ലേ? നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡിറക്ഷനെ കുറിച്ചാണ് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ട ഒരു ഭാഗം. അത് ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡിറക്ഷനെ കുറിച്ചിട്ട് പറയാറുള്ളത്, ഒന്ന്, ഇലക്ട്രിക് കറണ്ട് ഈസ് ആൾവേസ് ഡിറക്റ്റഡ് ഓപ്പോസിറ്റ് ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയാറുണ്ട്. ശ്രദ്ധിക്കുക, ഒന്നെന്താ പറയുന്നത്? ഓപ്പോസിറ്റ് ടു ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്.
അതോടൊപ്പം തന്നെ പറയാം ദേ ആർ ഡിറക്റ്റഡ് എലോങ് ദ ഡിറക്ഷൻ എലോങ് ദ ഡിറക്ഷൻ അല്ലെങ്കിൽ എലോങ് ദ ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജസ്. എലോങ് ദ ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന അതേ ഡിറക്ഷനാണ് എന്നൊക്കെ പറയും. എന്നാൽ എപ്പോഴും സ്റ്റേബിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതേതാ നിങ്ങളൊന്ന് പറയും. നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിലൊക്കെ സംസാരിച്ച ഇലക്ട്രിക് കറണ്ട് എപ്പോഴും എങ്ങോട്ടുണ്ടാവുക, വെള്ളം എപ്പോഴും എവിടുന്ന് എടുക്കുക ഒഴുകുക, വെള്ളം എപ്പോഴും എവിടുന്ന് എടുക്കുക ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക്. കറണ്ട് എവിടുന്ന് ഉണ്ടാവുക ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക്. അത് പറഞ്ഞതിൽ അതിലുണ്ടോ ഒക്കെ. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംസാരിക്കുന്നത് ഈ പോയിന്റാണ്. ഇലക്ട്രിക് കറണ്ട് ഹയർ പൊട്ടൻഷ്യൽ to lower potential, higher potential to lower potential. Electric current is always directed from higher potential to lower potential. മനസ്സിലായല്ലോ. ഇനി പോസിറ്റീവ് ചാർജ് എവിടെ നിന്ന് കൊടുക്കാൻ പോവുക ഹയർ പൊട്ടൻഷ്യൽ ലോവർ പൊട്ടൻഷ്യലിലേക്ക്. ഇലക്ട്രോൺ എവിടെ നിന്ന് കൊടുക്കാൻ പോവുക ലോവർന്ന് ഹയർക്ക്. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഹയർ ടു ലോവർ. വ്യക്തമല്ലേ? ഇതിൽ കൂടുതലൊന്നും ഇവിടെ നമുക്ക് സംസാരിക്കാനില്ല. പക്ഷേ ഇതൊരു കൺഫ്യൂസിങ് ആണ്. പറയാം എന്താ കൺഫ്യൂഷൻ എന്നുള്ളത്. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡിറക്ഷനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാം. ഇലക്ട്രിക് കറണ്ട് ഈസ് ഡിറക്റ്റഡ് ഓപ്പോസിറ്റ് ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രിക് കറണ്ട് ഈസ് ഡിറക്റ്റഡ് അലോങ് ദ ഡിറക്ഷൻ ഓഫ് ദ മോഷൻ ഓഫ് പോസിറ്റീവ് ചാർജസ്. ഇലക്ട്രിക് കറണ്ട് ഈസ് ആൾവേസ് ഡിറക്റ്റഡ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ഈ രൂപത്തിലൊക്കെ നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. എന്താ ഇലക്ട്രിക് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ്? I is equal to Q by T. മീൻസ് നമുക്ക് ആവറേജോ സ്റ്റഡി കറണ്ട് ആണെങ്കിലൊക്കെ നമുക്ക് ഈ രൂപത്തിൽ എഴുതാം, സിംപ്ലി ആ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡിറക്ഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കേലാർ ക്വാണ്ടിറ്റി ആണോ വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ? പറയൂ. ഇലക്ട്രിക് കറണ്ട് എന്താണ്? സ്കേലാർ ആണോ വെക്റ്റർ ആണോ? ഇലക്ട്രിക് കറണ്ട് ഈസ് നോട്ട് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് കറണ്ട് ഈസ് not a vector quantity. Electric current is a scalar quantity. Electric current scalar ആണ്, വെക്റ്റർ അല്ല. അപ്പോൾ പലപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇലക്ട്രിക് കറണ്ട് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ ബട്ട് ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. വൈ എന്ന് ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഇപ്പോൾ ഒക്കെ നമ്മൾ കണ്ടു, എന്നിട്ടും ഇലക്ട്രിക് കറണ്ട് സ്കേലാർ ആണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ പ്രശ്നമാണ്. നോക്കാം നമുക്ക്. മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും ഉള്ള ക്വാണ്ടിറ്റീസിനാണല്ലോ നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത്. എന്നിട്ടും എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഇലക്ട്രിക് കറണ്ട് എങ്ങനെ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയി എന്നുള്ളതാണ്. ഇതിന് രണ്ട് രൂപ. ആദ്യം നിങ്ങൾക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇലക്ട്രിക് കറണ്ട് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ ബട്ട് ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. വൈ എന്ന് ചോദിച്ചാൽ എക്സാമിന് എഴുതാൻ നിങ്ങൾക്ക് എന്ത് എഴുതിയാൽ മതി? എക്സാമിന് നിങ്ങൾ എഴുതേണ്ടത് electric current follows simple algebra, mathematical algebra, not vector algebra. Vector algebra അല്ല ഇലക്ട്രിക് കറണ്ട് ഫോളോ ചെയ്യുന്നത്, നോർമൽ സ്കേലാർ ഓൾജിബ്രയാണ്. അതുകൊണ്ട് ഇലക്ട്രിക് കറണ്ട് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടാനുള്ള സാധനമായി. പിന്നെ അതിനപ്പുറത്തേക്ക് അവിടെ നമ്മൾ പോവേണ്ടതില്ല. പക്ഷേ എന്താണ് ആ പറഞ്ഞതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഇലക്ട്രിക് കറണ്ട് വെക്റ്റർ അഡീഷൻ ഫോളോ ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇവിടെ ഇത് നോക്കൂ, ഒരു കണ്ടക്ടർ ലൈക്ക് ദിസ്. ഇത് കണ്ടക്ടർ വയറാണ്. ആ വയറിനെ അങ്ങനെ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് റെഡി. അപ്പോൾ ഇതിൽ കൂടെ കറണ്ട് പോയി, ആ കറണ്ട് ഇങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് വന്ന്. ഇലക്ട്രിക് കറണ്ട് എങ്ങാനും വെക്റ്റർ ആയിരുന്നെങ്കിൽ നോക്കൂ, ഈ മുകളിലേക്കുള്ള കറണ്ട് ഐ വിളിച്ചാൽ ഇയാളെ നമ്മൾ എന്താ വിളിക്കുക? മൈനസ് ഐ അല്ലേ, ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണ്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ കറണ്ട് എത്ര ഉണ്ടാവുക? ഐ പ്ലസ് മൈനസ് ഐ ഈക്വൽ ടു 0 എന്ന് കിട്ടണം. ശരിയാണോ? അല്ല, ഇത് തെറ്റാണ് അല്ലേ. നമ്മൾ പറയുന്നത് ഇവിടെ കറണ്ട് നേരെ ഇവിടുന്ന് അങ്ങോട്ടാണ്, അവിടുന്ന് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇവിടുത്തെ നെറ്റ് ഇഫക്റ്റിൽ ഇവിടുത്തെ കറണ്ട് 0 എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് നോക്കാൻ പറഞ്ഞാൽ മതി, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഇതാണ് വെക്റ്റർ ആൾജിബ്ര ഫോളോ ചെയ്യണില്ല എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ. മനസ്സിലായോ? ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടി കാണിക്കാം. ഇവിടെ ഇവിടെ ഫോർ എക്സാമ്പിൾ ഓക്കെ, ഇത് നോക്കൂ, 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് 90 ഡിഗ്രി. ഒരു 4 ആംപിയർ കറണ്ട് ഇവിടെ വരുന്നുണ്ട്, ഒരു 3 ആംപിയർ കറണ്ട് ഇതിലും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കറണ്ട് എത്രയായിരിക്കും? ഇവിടുത്തെ കറണ്ട് നമ്മളിത് വെക്റ്റർ ആണെന്ന് വിചാരിക്കുക. ഇവിടെ 90 ഡിഗ്രിയാണ് ഞാൻ ആംഗിൾ മാർക്ക് ചെയ്തത്. അങ്ങനെയാണ് ഇവിടുത്തെ റിസൾട്ടൻറ്റ് കറണ്ട് വെക്റ്റർ ആയിരുന്നെങ്കിൽ എന്താ വരിക? √(a² + b² + 2ab
കോസ് തീറ്റ എന്ന് വരിക. അപ്പോൾ എ സ്ക്വയർ എത്ര 4 സ്ക്വയർ 16 പ്ലസ് ബി സ്ക്വയർ 3 സ്ക്വയർ 9 പ്ലസ് 2ab കോസ് 90. കോസ് 90 0 ആണ്. അപ്പോൾ ആ ടേം ഫുള്ള് പോയി. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു √25 നമുക്ക് കിട്ടും. ഈക്വൽ ടു 5 എന്നാണ് കിട്ടേണ്ടത് ആണല്ലോ. പക്ഷേ നമുക്ക് ഇവിടെ 5 അല്ല ഉണ്ടാവുക, ഇവിടെ നമുക്ക് 7 ആംപിയർ ഉണ്ടാവുക. എന്ന് വെച്ചാൽ എക്സ്പെരിമെൻ്റലി നമുക്ക് ഈ കാര്യങ്ങൾ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും എന്താ, ഇത് സ്കാലാർ അഡീഷൻ ആണ്. കാരണം ഇവിടുത്തെ കറണ്ട് മെഷർ ചെയ്ത് നമുക്ക് ഇവിടുത്തെ കറണ്ട് നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്നത് 7 ആംപിയർ ആണ്. എന്തല്ല 5 ആംപിയർ അല്ല. ഇത് വെക്ടർ അഡീഷൻ അപ്ലൈ ചെയ്ത് ഓർമ്മയില്ലേ +1 നമ്മൾ പഠിച്ചത് r = √(a² + b² + 2ab cos θ. ആ മെത്തേഡാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. പക്ഷെ അതിവിടെ അപ്ലൈ ചെയ്താൽ ഇവിടെ ശരിയായ ആൻസറിലേക്ക് എത്തൂല. എന്ന് വെച്ചാൽ വെക്ടർ അഡീഷൻ ആര് ഫോളോ ചെയ്യുന്നില്ല? ഇലക്ട്രിക് കറണ്ട് ഫോളോ ചെയ്യുന്നില്ല, സ്കേലാർ അഡീഷനെ ഫോളോ ചെയ്യുന്നുള്ളൂ. ഈ പോയിന്റാണ് എക്സാമിന് എഴുതേണ്ടത്. മനസ്സിലായോ? അപ്പോഴും ഇവിടെ വേറെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോഴും ഇല്ല. അപ്പോൾ എന്നാൽ വെക്ടറിൻ്റെ ഡെഫിനിഷൻ മാറ്റണ്ടേ? കാരണം മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും ഉള്ള ക്വാണ്ടിറ്റിക്ക് നമ്മൾ വെക്ടർ എന്ന് മുമ്പ് പഠിച്ചതാണല്ലോ. പക്ഷേ അതിപ്പോൾ എങ്ങനെ മാറി? ഇവിടെ രണ്ടും ഉണ്ടല്ലോ, എന്നിട്ടും അതില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ അതിനെ എങ്ങനെ ആൻസർ ചെയ്യണം? മനസ്സിലായോ? അവിടെയാണ് ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇത് പുസ്തകത്തിൽ നിങ്ങൾ കാണൂല, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം കൊടുത്തിട്ടുള്ളത്. ഇലക്ട്രിക് കറണ്ടിന് ആക്ച്വലി ഇലക്ട്രിക് കറണ്ട് ഹാസ് നോ ഡിറക്ഷൻ. ഇത് പരീക്ഷയ്ക്ക് എഴുതാനല്ല, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഹാസ് ഓൺലി ഡെസ്റ്റിനേഷൻ. ഇത് എന്തിനുള്ള ആൻസറാണ്? ഇലക്ട്രിക് കറണ്ടിന് മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും ഉള്ള ക്വാണ്ടിറ്റിക്കാണല്ലോ വെക്ടർ എന്ന് പറയുക. പക്ഷെ ഇതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡിറക്ഷനും നമ്മൾ പറഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ട് ഇത് വെക്ടർ ആയില്ല എന്ന ചോദ്യത്തിന് ആൻസറാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ആൻസറാണ് പറയുന്നത്. പരീക്ഷയ്ക്ക് ഇതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ വെക്ടർ ഓൾജിബ്രയിൽ പറയപ്പെടുന്ന ഒരു ഡിറക്ഷൻ ആർക്കില്ല? ഇലക്ട്രിക് കറണ്ടില്ല. എന്താ വെക്ടർ ഓൾജിബ്രയിലെ ഡിറക്ഷൻ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് വെക്ടർ ഓൾജിബ്രയിലെ ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആരോ ഹെഡാണ്. സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആരോ ഹെഡ് ഇതൊരു ഡിറക്ഷനാണ്. ഇത് വേറെ ഡിറക്ഷനാണ്. ഇത് കുഴപ്പമില്ല, ഇതൊരു ഡിറക്ഷനാണ് വെക്ടർ ഓൾജിബ്രയിൽ. ഇതൊരു ഡിറക്ഷൻ അല്ല വെക്ടർ ഓൾജിബ്രയിൽ. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് വെക്ടർ ഓൾജിബ്രയിലെ ഡിറക്ഷൻ അല്ല. അവിടെ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആരോ ഹെഡ് ആണ് വെക്ടർ ഓൾജിബ്രയിലെ ഡിറക്ഷൻ. ആ പറഞ്ഞതുപോലെയുള്ള ഒരു ഡിറക്ഷൻ ആർക്കില്ല? ഇലക്ട്രിക് കറണ്ടിനില്ല. പിന്നെ ഇലക്ട്രിക് കറണ്ടിന്റെ ഡിറക്ഷൻ എന്ന് പറഞ്ഞത് സത്യത്തിൽ എന്തല്ല, ഡിറക്ഷൻ അല്ല, മറിച്ച് അത് ശരിക്കും എന്താണ്? അത് ഡെസ്റ്റിനേഷനാണ്. മനസ്സിലായോ? അപ്പോൾ ഉദാഹരണത്തിന് നോക്കൂ, എ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് ബി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഒരാൾക്ക് പോകണം. പക്ഷേ ഇനി നേരെ ഇങ്ങോട്ട് പോയാൽ അയാൾ ഇവിടെ എത്തൂല. കാരണം അതിൻ്റെ ഇടയിൽ വേറെ തോടുണ്ട്, അല്ലെങ്കിൽ വേറെ ഭയങ്കര കാടും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ വഴി ഇങ്ങനെ പോകുന്നത് നോക്കുക, ഈ രൂപത്തിലാണ് ഇങ്ങോട്ട് ബിയിലേക്കുള്ള വഴി എന്ന് കരുതും. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഡെസ്റ്റിനേഷനാണ് ബി. ഇയാൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ മൂവ് ചെയ്യുന്ന ഇവിടുത്തെ ഡിറക്ഷൻ എന്ന് പറഞ്ഞത് ബിയിലേക്കാണോ? അല്ല, ഇവിടുത്തെ ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടാൻജൻറ്റാണ്. ഇവിടുത്തെ ഡിറക്ഷൻ ഇവിടുത്തെ ടാൻജൻറ്റാണ്. ഇവിടുത്തെ ടാൻജൻറ്റാണ്. ഇവിടുത്തെ ടാൻജൻറ്റാണ്. ക്ലിയർ ആയി പറഞ്ഞത്? അപ്പോൾ ബി എന്നുള്ളത് ഇയാളുടെ ഡെസ്റ്റിനേഷനാണ്. അതുപോലെ തന്നെയാണ് നമ്മളൊരു വയർ നോക്കൂ, ഈ രൂപത്തിലൊക്കെ അല്ലേ വയറുണ്ടാവാം. വയറിലൂടെ കറണ്ട് നോക്കൂ, ഇങ്ങനെ പോവാം. അതിൻ്റെ ഇടയിലുള്ള കണ്ടക്റ്റിംഗ് മീഡിയം ഏതാണോ അത് നോക്കിയിട്ടാണ് കറണ്ട് പാസ് ചെയ്യാം. പക്ഷേ ഈ പോകുന്നത് എവിടുന്നാണ്? ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് ഈ പോകുന്നത്. അപ്പോൾ ഡെസ്റ്റിനേഷനാണ് ലോവർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ പോയിന്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അല്ലാതെ എക്സാമിനേഷന് വേണ്ടിയിട്ട് തന്ന ഒരു പോയിന്റേ അല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ഓക്കെ, നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യം വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇലക്ട്രിക് കറണ്ട് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡിറക്ഷൻ ഉണ്ട്. സ്റ്റിൽ ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെങ്ങനെ ആൻസർ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നോക്കൂ, നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇലക്ട്രിക് കറണ്ട് നോക്കൂ, ഇവിടെ സംസാരിച്ച് നോക്കൂ. ഇഫ് എ കറണ്ട് ക്യൂ ഈസ് മൂവിങ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ വിത്ത് സ്പീഡ് വി. ഓക്കെ, എന്ന് വെച്ചാൽ ലെറ്റ് സി ദ പോയിന്റ്. യെസ്, നോക്കൂ, ഇവിടെ ഇതൊരു ഒരു സർക്കുലർ പാത്ത്. അതിൽ സെൻറ്റർ, ഇതിൻ്റെ റേഡിയസ് ഇവിടെ R എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ ഒരു ക്യൂ ചാർജ് മൂവ് ചെയ്യുന്നുണ്ട്. അതാണ് സർക്കുലേറ്റിംഗ് ചാർജ് എന്ന് നമ്മൾ പറയുന്നത്. ഇങ്ങനെ സർക്കുലേറ്റിംഗ് ചാർജിൽ ഇവിടെ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ഇക്വേഷനാണ് ഞങ്ങളുടെ ഓൾറെഡി ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, ഞാനിവിടെ ഡിറൈവ് ചെയ്യാൻ പോവാം. അപ്പോൾ I is equal to നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്താ? Q/T.
ഈ ടി പറഞ്ഞാൽ എന്താ, ടി സമയത്തിൻ്റെ ഉള്ളിൽ പാസ് ചെയ്ത ചാർജാണ് ക്യൂ ആണല്ലോ, ആണ്. അപ്പോൾ ഈ പോയിന്റ് ഞാൻ എ എന്ന് കൊടുത്തു. അപ്പോൾ ഈ ക്യൂ ചാർജ് ഇങ്ങനെ വന്നിട്ട് അതിങ്ങനെ വന്നിട്ട് എയിലേക്ക് എത്തടുക്കുന്ന ടൈമിൻ്റെ പേരാണ് ടൈം പീരീഡ് അല്ലേ. അപ്പോൾ ഒരു ടൈം പീരീഡിൽ എത്ര ചാർജ് അവിടെ പാസ് ചെയ്യുന്നത്, ഇത് ക്യൂ ആണെങ്കിൽ ക്യൂ ചാർജാണ് ക്യാപിറ്റൽ ടി ടൈം പീരീഡിൽ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കറണ്ട് എത്ര, ക്യൂ ഡിവൈഡഡ് ബൈ ടൈം പീരീഡ്. അപ്പോൾ ഇതൊരു ഇലക്ട്രോൺ ആണെങ്കിൽ ഇ ബൈ ക്യാപിറ്റൽ ടി എന്ന് കൊടുക്കും ആണല്ലോ. എന്താ ഫ്രീക്വൻസി ന്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/t. അപ്പോൾ 1/t നമ്മൾ എന്താ വിളിക്കുക, ന്യൂ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കുക, ക്യൂ ന്യൂ എന്ന് വിളിക്കാം, ക്യൂ ന്യൂ. അപ്പോൾ I is equal to Q by T which is equal to Q ന്യൂ. ക്ലിയർ അല്ലേ. വീണ്ടും നോക്കൂ, സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 2πr ഡിവൈഡഡ് ബൈ അത് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈമിൻ്റെ പേരാണ് എന്ത്, ടൈം പീരീഡ്. അപ്പോൾ ഇവിടെ 1/t ദാറ്റ് ഈസ് ഇവിടെ 1/t മാത്രമാക്കുക, ഈ 2πr അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ V ഡിവൈഡഡ് ബൈ 2πr എന്ന് പറഞ്ഞാൽ ആരാ, 1/t വിച്ച് ഈസ് ഈക്വൽ ടു ആരാ, ന്യൂ. ഇവിടെ നോക്കൂ ക്യൂ ഇവിടെ ഉണ്ട്. അപ്പോൾ ന്യൂവിനെ നിങ്ങൾക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, V by 2πr. Therefore QV divided by 2πr. അടുത്ത ഇക്വേഷനും കിട്ടി. അപ്പോൾ നോക്കൂ, ദിസ് ഈസ് ഓക്കെ, ദിസ് ഈസ് ഓക്കെ, ദിസ് ഈസ് ഓൾസോ ഓൾ റൈറ്റ്. വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി നോക്കൂ ഒമേഗൻ്റെ ടേമിലേക്കാണ് ഇനി നമ്മൾ കൊണ്ടുവരുന്നത്. നോക്കൂ ഒമേഗ എന്ന് പറഞ്ഞാൽ ആരാണ്, 2π ന്യൂ അല്ലേ. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ന്യൂ, 2π ന്യൂ. Therefore ന്യൂ is equal to ഒമേഗ ഡിവൈഡഡ് ബൈ 2π. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്, ന്യൂവിന് പകരം ഒമേഗ ബൈ 2π. Therefore you will get Q ഒമേഗ ഡിവൈഡഡ് ബൈ 2π, Q ഒമേഗ ഡിവൈഡഡ് ബൈ 2π. അപ്പോൾ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ സർക്കുലാർ പാത്തിൽ റിവോൾവ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇലക്ട്രിക് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ ഈ പഠിച്ചിട്ടുള്ളത്. അറിയോക്കെ? യെസ്. ഞാൻ ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ കാര്യം നമുക്ക് അവസാനിപ്പിക്കാം. നോക്കൂ, ഈ ഡയഗ്രം നോക്കൂ, ഇതൊരു നോൺ യൂണിഫോം ക്രോസ് സെക്ഷണൽ ഏരിയയുള്ള കണ്ടക്ടറാണ്. നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ, ഇവിടുത്തെ വണ്ണമല്ല ഇവിടെയുള്ള വണ്ണം, അതാണോ ഇവിടെ ഉള്ളത്, അല്ല. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് നോക്കും, ഇവിടെ കറണ്ട് I1 കറണ്ട്, ഇവിടെ I2 I3 എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ബട്ട് വെരി ഇൻട്രസ്റ്റിംഗ്ലി ഓൾ ദീസ് കറണ്ട്സ് ആർ ഈക്വൽ. ഇവിടെയൊക്കെ I1 ഈക്വൽ ടു I2. ഒരു നോൺ യൂണിഫോം ക്രോസ് സെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ത്രൂ ഔട്ട് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ വണ്ണം കുറവല്ലേ, അപ്പോൾ ഇവിടെ കുറഞ്ഞ ചാർജല്ലേ പോവുള്ളൂ. അതെ, കുറഞ്ഞ ചാർജേ പോവുള്ളൂ, പക്ഷേ അവരുടെ സ്പീഡ് കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഈ ക്രോസ് സെക്ഷനെ പാസ് ചെയ്യുന്ന ചാർജ് എത്രയാണോ അത്ര തന്നെ ചാർജ് തന്നെയാണ് അതേ ഇൻ്റർവെല്ലിൽ ഇവിടെയും പാസ് ചെയ്യുക. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇവിടെ സ്പീഡ് കുറവായിരിക്കും, പക്ഷേ ഇവിടെ ഏരിയ കൂടുതലുള്ളതുകൊണ്ട് കൂടുതൽ ആൾക്കാർ പാസ് ചെയ്യും. ഇതിൻ്റെ ഇടയിൽ ഇവിടെ കുറച്ചും കൂടി ഏരിയ കൂടുതലാണ്, അപ്പോൾ കൂടുതൽ ആൾക്കാർ പിന്നെയും പാസ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോൾ ഫോർ എ ഗിവൺ കണ്ടക്ടർ കറന്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ചേഞ്ച് ഇൻ ക്രോസ് സെക്ഷണൽ ഏരിയ. ഇത് നമ്മൾ +1 ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മൾ ചെടി നടക്കുന്ന സമയത്തുള്ള എക്സാമ്പിളൊക്കെ പറഞ്ഞത്, ഹോസ് അല്ലെ ദൂരെ കണ്ട് എത്താത്ത സമയത്തിൽ നമ്മൾ ആ പൈപ്പിൻ്റെ എൻഡ് പിടിച്ചിട്ട് നമ്മളൊന്ന് അമർത്തുന്നത്, അപ്പോൾ അതിൻ്റെ മൗത്ത് ചെറുതാവുക. മൗത്ത് ചെറുതാവുക പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുക. അപ്പോൾ അവിടെ നിന്നുള്ള അതേ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ എന്താ ചെയ്യുക, സ്പീഡ് അങ്ങോട്ട് കൂട്ടും. അതുകൊണ്ടല്ലേ ദൂരേക്ക് എത്തുന്നത്. ദ സെയിം തിങ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് ഓഫ് ദ ഡേ, നേരത്തെ നമ്മൾ എഴുതിയിട്ടുള്ളതാണ് I is equal to dq by dt ആണല്ലോ. I is equal to dq by dt ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്. ഇതിൽ നിന്ന് നമ്മളോട് ചാർജ് കാണാൻ ചോദിക്കും. അപ്പോൾ dq is equal to നമ്മൾ എന്ത് എഴുതാം, IDT. dq is equal to IDT. അപ്പോൾ ടോട്ടൽ ചാർജ് കിട്ടാനോ, q is equal to ഇൻ്റഗ്രൽ IDT എന്ന് കൊടുക്കാം. എന്ന് വെച്ചാൽ ഒരു കണ്ടക്ടറിലൂടെ നോൺ യൂണിഫോം കറണ്ടാണ് പാസ് ചെയ്യുമെങ്കിൽ, എന്ന് വെച്ചാൽ കറണ്ട് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ക്വസ്റ്റ്യനിൽ തരിക. കറണ്ട് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം നമുക്ക് എക്സാമ്പിൾ പ്രോബ്ലം ചെയ്യാം. കറണ്ട് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് t is equal to 2 സെക്കൻഡ് മുതൽ t is equal to 5 സെക്കൻഡ് വരെ എത്ര ചാർജാണ് അവിടെ പാസ് ചെയ്തത് എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് കറണ്ടിൻ്റെ ഫംഗ്ഷന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് അതിന് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ചാർജ് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് ഇന്നത്തെ ദിവസത്തേക്ക് വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യമാണ് സംസാരിച്ചിട്ടുള്ളത്. പറഞ്ഞതിൽ ഇനി ഒന്നും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. നന്നായിട്ട് പഠിച്ചിട്ട് മാത്രം അടുത്ത ക്ലാസ്സിലേക്ക് റെഡി ആയിട്ടിരിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ കറണ്ട് സ്കെയിലാറ് എല്ലാ കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലാക്കിയ സിമ്പിൾ കാര്യങ്ങളാണ് പറഞ്ഞത്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു.